പിന്നെ ആക്ടിങ്ങിലേക്ക് വരാൻ എങ്ങനെയാണ് വന്നത്? ആക്ടിങ് ആക്ച്വലി എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. VKP സാറാണ് എൻ്റെ ഷോ, ബാംഗ്ലൂർ ഷോ നടക്കായിരുന്നു ആ സമയത്ത്, തൈക്കൂടത്തിൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ VKP സാർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു, ആ സമയത്ത് ഓൺ ദ റോക്സ് ആയിരുന്നു പടത്തിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ സിദ്ധു ചെയ്യണം. അപ്പോൾ VKP സാർ ഇത്ര വലിയൊരു ഡയറക്ടർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പടം, അങ്ങനെയാണ് ഞാൻ കയറിയത്. പിന്നെ ചെയ്തപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഐ ലൈക്ക് ദ പ്രോസസ് ഓഫ് ഇറ്റ്. ലൈക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു സംഭവമാണല്ലോ സിനിമ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ആഗ്രഹമാണ് ലൈക്ക് ടു ഡു വൺ ഹിറ്റ് ഫിലിം, ഒരു നല്ലൊരു പടം ചെയ്യുക, ലീഡായിട്ട് ഒരു നല്ലൊരു സംഭവം ചെയ്യുക. അതാണ് എൻ്റെ ഇപ്പോൾ ആഗ്രഹം. വൺ ഓഫ് ദ ഡ്രീംസ് ആണ് അത്, ലൈക്ക് ടു ഡു വൺ നൈസ് ഫിലിം. ജാനേമലിനെ പറ്റി, കാരണം കുറെ ഞാൻ പടം ആക്ച്വലി കുറെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ചെറുതൊക്കെ ചെയ്തിട്ടുണ്ട്. റോക്ക് സ്റ്റാർ കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞ കഥ എന്നൊരു പടത്തിലും ലീഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോളോയില് ദുൽഖറിന്റെ കൂടെ ഫ്രണ്ടായിട്ട് ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ദുൽഖർ സൗബിനൊക്കെ ഞാൻ ഒരുമിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൂടെയില് അഞ്ജലി ചേച്ചിയുടെ പടത്തില് റോഷനും ദർശന ആ ഒരു ഇതിലുണ്ടായിരുന്നു. അങ്ങനെ കോളാമ്പി, TK രാജീവ് കുമാർ സാറിന്റെ, അതിൽ നിത്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. രവിവർമ്മൻ സാറായിരുന്നു DOP അതിന്റെ. അപ്പൊ അങ്ങനെ നല്ല നല്ല ടീംസിന്റെ കൂടെ എനിക്ക് ചെയ്യാം. ചിദംബരത്തിന്റെ ഫസ്റ്റ് പടം ജാനേമൻ, അവിടെ അതിലാണ് എന്നെ ആൾക്കാർ കുറച്ച് ശ്രദ്ധിച്ചതും ആൾക്കാർ പിന്നെ അതിലാണ് എന്നെ ഒരു സാധാരണ എന്നെ കാണുമ്പോൾ എല്ലാരും പറയുന്നത് ഇത് നമ്മുടെ സിദ്ധാർത്ഥ് മേനല്ലേ തൈക്കൂടത്തിന്റെ, അങ്ങനെ ആണല്ലോ എല്ലാരും അറിയുന്നത്. ജാനേമൻ കഴിഞ്ഞിട്ട് ദേവേ പീപ്പിൾ, എന്താ പറയാ, റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഇത് നമ്മുടെ നന്ദൻ വർമ്മയല്ലേ. സോ ദാറ്റ് വാസ് സംതിങ്, എന്താ പറയാ, എനിക്കൊരു വിജയമായിരുന്നു, ഒരു സ്മോൾ വിക്ടറി എന്ന് പറയില്ല. അപ്പോൾ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഓക്കെ. ഒരു ക്യാരക്ടറിന്റെ നെയിം പറഞ്ഞിട്ട് ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഐ മീൻ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ആസ് എൻ ആക്ടർ. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാനവനിലേക്ക് വരുമ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു വിഷസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് മൊത്തം. പിന്നെ അല്ല ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിലും ഒരു കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്? എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മള് കാരണം എന്താ പറയാ, ഇപ്പൊ എനിക്ക് കുറച്ച് വയസ്സുമായിട്ടുണ്ട് ആക്ച്വലി. പഴയ പോലെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല. എങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? സർപ്രൈസസ്. എന്റെ പ്രശ്നം എന്താ പറയുക, എനിക്ക് ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്റെ കുറിച്ച് ഐഡിയ. ഞാൻ ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോകുമല്ലോ, ലൈക്ക് വേൾഡ് ടൂർ ചെയ്യും, നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോവും, US പോവും, ഷോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും പോകും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അവിടുത്തെ ഒരു ബസ്സിൽ, അങ്ങനെ എന്താ പറയുക, അവിടുത്തെ വോൾവോ സംഭവം ഉണ്ടാവില്ല, അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യായിരുന്നു. ഫുൾ ടീം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരിക്കുന്ന സൈഡിലായിരുന്നു ഭയങ്കര ഒരു നല്ല സീനറി ഉള്ള ഒരു സംഭവം, ലൈക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും, ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും വന്നു അത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരും നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അത് നോക്കിയിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്ന് ആലോചിച്ച് ഞാൻ കുറെ നേരമായിട്ട്, കാരണം എനിക്ക് ഈ സർപ്രൈസ് പരിപാടി അല്ലെങ്കിൽ അതൊന്നും എനിക്ക് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതായിരിക്കും, എനിക്ക് അറിയില്ല. എക്സ്പ്രഷൻ പരിപാടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.